Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumod and welcome to HotNews. So HotNews എന്ന സെഗ്മെന്റിലാണ് നമ്മൾ PC related informations, leaks, rumors, updates എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. So anyways, time waste ചെയ്യാതെ തുടങ്ങാം. So first update graphics card pricing ne kurichana. Graphics cards inde prices globally നോക്കുവാണെങ്കിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. As per reports last 3 months in the stats നോക്കുവാണെങ്കിൽ Nvidia graphics cards inde prices 20% കുറഞ്ഞിട്ടുണ്ട്. AMD graphics cards inde pricing 15% കുറഞ്ഞിട്ടുണ്ട്. So overall last 3 months inde global pricing average ആണ് ഈ പറയുന്നത്. And Indian prices നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിലും AMD RX 6600 and 6600 XT graphics cards നമുക്കിപ്പം 45000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് അവൈലബിൾ ആണ്. 46000 exactly 46000 to 51000 range. RTX 3060 graphics cardum 55000 range available ആണ്. 55 to 57000. നേരത്തെയൊക്കെ ഇത് 65000 മേലെയൊക്കെ ആയിരുന്നു പ്രൈസിംഗ്. ഇപ്പം അറൗണ്ട് 55-57000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് റീസെന്റ് ഇറങ്ങിയ RTX 3050 graphics card നമുക്ക് 30000 റേഞ്ചിൽ അവൈലബിൾ ആണ്. Nexgen Rigs ന്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 31000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് കിട്ടുന്നുണ്ട്. 3060 Tiയും 72000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3070യും സിമിലർലി 82000 ആ റേഞ്ച് സ്റ്റാർട്ടിംഗ് പ്രൈസ്. സ്റ്റാർട്ടിംഗ് മോഡൽസിന്റെ പ്രൈസിംഗ് ആണ് ഞാൻ പറയുന്നത്. സോ മോഡൽ അനുസരിച്ച് ഡിഫറൻസസ് ഉണ്ടാകും. സോ ഓവറോൾ ഇത് നല്ല ന്യൂസ് തന്നെയാണ്. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഇന്റൽ ഗ്രാഫിക്സ് കാർഡ്സും വരുന്നുണ്ട്. സോ ഇന്റൽ ഗ്രാഫിക്സ് കാർഡ്സും ഇറങ്ങിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി കുറച്ചുകൂടി പ്രൈസസ് കുറയാൻ ചാൻസസ് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ക്രിപ്റ്റോ കറൻസിയുടെ റേറ്റ്സും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സിമിലർലി ചിപ്സിന്റെ ഷോർട്ടേജും ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. സോ ഇതെല്ലാം കാരണം തന്നെയാണ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ഇപ്പോഴത്തെ പ്രൈസിംഗിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇൻ കമ്മിങ് ഫ്യൂ മന്ത്സ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസസ് കുറച്ചുകൂടി കുറയാൻ ചാൻസസ് ഉണ്ട്. സോ ഇൻ കേസ് ഗ്രാഫിക്സ് കാർഡ്സ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1 or 2 months ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എനിവേസ് ഇന്റലിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഇന്റൽ അപ്ഡേറ്റ്സ് ആണ് നെക്സ്റ്റ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റലിന്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസേഴ്സിന്റെ ബെഞ്ച് മാർക്സ് ലീക്സിനെ കുറിച്ചാണ്. സോ ഇന്റൽ 13th ജനറേഷൻ റാപ്റ്റർ ലീഗ് പ്രോസസേഴ്സിന്റെയാണ് ബെഞ്ച് മാർക്സ് ലീക്ക് ആയതും. ആക്ച്വലി ഇത് ഫസ്റ്റ് ലീക്ക് ആയിരുന്നു. പിന്നീട് ഇന്റലിന്റെ ഇൻവെസ്റ്റർ മീറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫറൻസിൽ അവർ തന്നെ ഇത് ഷോക്കേസ് ചെയ്തതാണ്. സോ ബെഞ്ച് മാർക്സ് കാണുന്നത് ഇന്റൽ i9 13900K പ്രോസസറിന്റെയാണ്. 24 കോഴ്സ് ആൻഡ് 32 ത്രെഡ്സ് ആണ് ഇതിൽ വരുന്നത്. ടോട്ടൽ 8 P കോഴ്സും 16 E കോഴ്സും ആണ് ഇതിലുള്ളത്. ആൻഡ് പെർഫോമൻസ് വൈസ് നമ്മൾ സിംഗിൾ കോർ പെർഫോമൻസിൽ 8 to 15% ഇംപ്രൂവ്മെന്റും മൾട്ടി കോർ പെർഫോമൻസിൽ 30 to 40% ഇംപ്രൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13900K പ്രോസസറിന്റെ CPU ബെഞ്ച് മാർക്ക് സ്കോർസ് ആഷസ് ഓഫ് സിംഗുലാരിറ്റി എന്ന ഗെയിമിന്റെ CPU ബെഞ്ച് മാർക്കിംഗ് സ്കോർസ് ആണ് ഈ കാണുന്നത്. 134 FPS ആണ് 13900Kയിൽ കിട്ടിയത്. 12900K 133 FPS ആണ്. ആൻഡ് AMD Ryzen 5950X ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. 5950Xന്റെ ജസ്റ്റ് 114 FPS ആണ് കിട്ടിയത്. സോ കമ്പാരിറ്റീവ്ലി നല്ല സ്കോർസ് തന്നെയാണ്. ഈവൻ ദോ 12th and 13th ജനറേഷനിൽ ഈ സ്കോർസ് അത്ര മാച്ചിങ് അല്ല, ഓൾമോസ്റ്റ് സിമിലർ ആണ്. അത് ജസ്റ്റ് ഇത് ഓവറോൾ ബെഞ്ച് മാർക്ക് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഗെയിമിലെ ചെറിയൊരു CPU ബെഞ്ച് മാർക്ക് മാത്രമാണ് ഈ കാണുന്നത്. സോ 13th gen ഇന്റൽ റാപ്റ്റർ ലീഗ് പ്രോസസേഴ്സിലെ മറ്റ് പ്രോസസേഴ്സ് നോക്കുവാണെങ്കിൽ i7 വേരിയന്റിൽ നമുക്ക് 13700 സീരീസ് വരുന്നുണ്ട്. i7 മോഡൽ നമുക്ക് 8 P കോഴ്സും 8 E കോഴ്സും ആണ്. ടോട്ടൽ 24 ത്രെഡ്സ് ആയിരിക്കും. സിമിലർലി i5 വേരിയന്റിൽ 6 P കോഴ്സും 8 E കോഴ്സ് ആയിരിക്കും. ടോട്ടൽ 14 കോഴ്സ് ആൻഡ് 20 ത്രെഡ്സ്. ആൻഡ് അത് മാത്രമല്ല 13th gen Raptor Lake processors backward compatible ആയിരിക്കും. സോ 12th generation processorsന്റെ സെയിം മദർ ബോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെയിം സോക്കറ്റ് LGS 1700 തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതും ഒരു ഗുഡ് ന്യൂസ് ആണ്. സോ ഇതിപ്പോഴേ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. Q4 of 2022 ആണ് പറയുന്നത്. ഇവൻ ദോ ഈ വർഷം തന്നെ ഇറങ്ങും, പക്ഷേ ഈ ഇയർ എൻഡിങ്ങിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അനൗൺസ്മെന്റ് ഒഫീഷ്യലി ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഇന്റൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവർ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസേഴ്സിന്റെ ഒരു ടൈം ലൈനും നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് 2022 റാപ്റ്റർ ലേക്ക് പ്രോസസേഴ്സ് അനൗൺസ് ചെയ്യും. 2023 കൺഫേം ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ മീറ്റിയോർ ലേക്ക് പ്രോസസേഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് 2024 അടുത്ത ആരോ ലേക്ക് പ്രോസസേഴ്സ് എന്നാണ് ലിസ്റ്റിംഗിൽ കാണിച്ചേക്കുന്നത്. സോ റഫ്ലി 2 to 3 ഇയേഴ്സിന്റെ ഇന്റൽ പ്രോസസർ ലൈനപ്പ് റെഡിയാണ്. ഈവൻ ദോ ഇത് പേപ്പറിൽ മാത്രമാണ് കാണിച്ചേക്കുന്നത്. ഇതിന്റെ എക്സാക്ട് ലോഞ്ചും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇന്റലിന്റെ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് സീരീസിലെ ഫസ്റ്റ് ജനറേഷൻ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. സോ ഈ വർഷം സ്റ്റാർട്ടിംഗ് ജാനുവരിയിൽ നടന്ന CESൽ ഇന്റൽ പറഞ്ഞായിരുന്നു ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് Q1 2022 ഇറങ്ങുമെന്ന്. ബട്ട് ഇപ്പൊ കൺഫേം ആയത് Q1 2022 ലാപ്ടോപ്സിലായിരിക്കും ഫസ്റ്റ് ഈ ഗ്രാഫിക്സ് കാർഡ്സ് വരുന്നത്. ആൻഡ് Q2 മേ ബി ജൂൺ ജൂലൈ ആ ഒരു ടൈമിലായിരിക്കും
ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്സ് കാർഡ്സ് ഇറങ്ങുന്നത്. സോ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022 എന്ന് പറയുമ്പോൾ മാർച്ചിലാണ് ഉണ്ടാവുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് നമുക്ക് ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലാപ്ടോപ്സ് ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. സോ ആസ് പെർ ഇന്റൽ ഒഫീഷ്യൽസിന്റെ റിപ്പോർട്ട്സ് വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടൽ 4 മില്യൺ ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും 2022 ഇറങ്ങാൻ പോകുന്നത്. 4 മില്യൺ എന്ന് പറയുന്നത് ടോട്ടൽ ആണ്, അതായത് മൊബൈൽ ഗ്രാഫിക്സ് കാർഡ്സ്, ലാപ്ടോപ്പ് ഗ്രാഫിക്സ് കാർഡ്സും ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്സ് കാർഡ്സും രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാല്യൂ ആണ് 4 മില്യൺ ടോട്ടൽ ഗ്രാഫിക്സ് കാർഡ്സ് പറയുന്നത്. ഈ 4 മില്യൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ കമ്പൈൻഡ് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് അല്ല, പക്ഷേ എന്നാലും പുതിയ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് പുതിയ ഇന്റൽ ഗ്രാഫിക്സ് കാർഡ്സ് വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി എൻവിഡിയ ആൻഡ് AMDയിൽ നല്ല പ്രഷർ സ്റ്റാർട്ട് ആവും. സോ അത് കാരണം തന്നെ വിതിൻ ഫ്യൂ മന്ത്സ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസസ് ഇനിയും കുറയുമെന്ന് പറയുന്നു. അത് മാത്രമല്ല ഇന്റൽ ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ഇൻഡസ്ട്രിയിലോട്ടാണ് തലയിടാൻ പോകുന്നത്. സോ ദാറ്റ് മീൻസ് ഗെയിമിങ്ങിന് മാത്രമല്ല വർക്ക് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കുന്നുണ്ട്. ഓൾസോ ഹൈ എൻഡ് സെർവർ ലെവൽ അല്ലെങ്കിൽ വലിയ അഡ്വാൻസ് ലെവൽ ഗ്രാഫിക്സ് കാർഡ്സിലോട്ടും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴൊന്നുമല്ല, 2023 ആൻഡ് 2024 പ്ലാനിംഗ് ആണ് പറയുന്നത്. പക്ഷേ കറന്റ്ലി നോക്കുവാണെങ്കിൽ Q3 ഓഫ് 2022, അതായത് തേർഡ് ക്വാർട്ടർ ഓഫ് 2022 വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സും ഇറങ്ങും അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് പല ലീക്സ് പറയുന്നത്. സോ വർക്ക് സ്റ്റേഷൻ ഗ്രാഫിക്സ് കാർഡ്സ് എന്ന് പറയുമ്പോൾ എൻവിഡിയയുടെ ക്വാഡ്രോ സീരീസ് ആൻഡ് AMDയുടെ റേഡിയോൺ പ്രോ സീരീസിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഇത്. സോ ഓൾറെഡി ഇന്റർനെറ്റിൽ ഇതിന്റെ കുറച്ച് ലീക്ഡ് ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ 5 ഡിസ്പ്ലേ പോർട്സ് ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ കാണുന്നത്. സോ 5 ഡിസ്പ്ലേ പോർട്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് കാർഡ് തന്നെ ആയിരിക്കും. സോ ഇതെല്ലാം ഇന്റൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് ലൈനപ്പിലെ 2022 ടൈം ലൈൻ അപ്ഡേറ്റ്സ് ആണ്. 2023 ആൻഡ് 2024 നോക്കുവാണെങ്കിൽ ബാറ്റിൽ മേജ് വരുന്നതായിരിക്കും. സോ ആൽക്കമിസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ജനറേഷൻ ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും ബാറ്റിൽ മേജ്. സോ ബാറ്റിൽ മേജിൽ കുറച്ചുകൂടെ ടോപ്പ് ലെവലിലോട്ടാണ് പോകാൻ ഇന്റൽ പ്ലാൻ ചെയ്യുന്നത്. 3080 ആൻഡ് 3090 ഗ്രാഫിക്സ് കാർഡ്, എൻവിഡിയയുടെ 3080 ആൻഡ് 3090യുടെ സിമിലർ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് പെർഫോമൻസ് കിട്ടുന്ന ഗ്രാഫിക്സ് കാർഡ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. സിമിലർലി 2024 നെക്സ്റ്റ് ആർക്കിടെക്ചർ സെലസ്റ്റിയൽ ആർക്കിടെക്ചർ എന്നാണ് പേരിട്ടേക്കുന്നത്. സോ ഇത് കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് വർക്ക് സ്റ്റേഷൻസ്, വെരി എൻതൂസിയാസ് ലെവൽ അല്ലെങ്കിൽ വലിയ ടോപ്പ് ലെവലിലുള്ള സെർവർ ബേസ്ഡ് വർക്ക് സ്റ്റേഷൻ ഇതുപോലത്തെ സംഭവങ്ങളിലായിരിക്കും മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലൈനപ്പിലും 2022, 2023, 24 ആൻഡ് 25 വരെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ്ഡ് ആണ്, പ്ലാൻ ചെയ്താണ് ഇന്റൽ വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും തൽക്കാലം 2022 കാര്യം അറിഞ്ഞാൽ മതി. ഗ്രാഫിക്സ് കാർഡ്സ് എപ്പോൾ വരും, പ്രൈസ് എന്തായിരിക്കും, അത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഗ്രാഫിക്സ് കാർഡ്സിന്റെ പ്രൈസസ് കുറയോ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കൺസേൺ. നെക്സ്റ്റ് കുറച്ച് AMD അപ്ഡേറ്റ്സ് ആണ്. ആൻഡ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇത്രയും കാലത്തെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം AMD ഇന്റലിനെ ബീറ്റ് ചെയ്തേക്കുവാണ്. ബീറ്റ് ചെയ്തു എന്ന് പറയുമ്പം മാർക്കറ്റ് ക്യാപിറ്റൽ വാല്യൂവിലാണ് ബീറ്റ് ചെയ്തേക്കുന്നത്. സോ ഇപ്പം അതായത് February 15 ഡേറ്റിലെ അനാലിസിസ് അല്ലെങ്കിൽ ആ ഡേറ്റിലെ ക്ലോസിംഗ് മാർക്കറ്റ് ഷെയർസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇന്റലിനെ ബീറ്റ് ചെയ്തുകൊണ്ട് AMD ആണ് ഇപ്പം ടോപ്പ് മോസ്റ്റ് സ്ലോട്ടിൽ വന്നേക്കുന്നത്. സോ ഇന്റലിനേക്കാളും കമ്പാരിറ്റീവ്ലി ഒരു വലിയ കമ്പനിയാണ് ഇപ്പം AMD. ഐ മീൻ ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റൽ ആണ് ഈ പറയുന്നത്. സോ February 15 ക്ലോസിംഗ് ടൈം വാല്യൂസ് നോക്കുവാണെങ്കിൽ AMD എന്ന കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ $197.75 ബില്യൺ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്റലിന്റെ വാല്യൂ ആണ് $197.24 ബില്യൺ. ആൻഡ് ഇതിന് കാരണമായത് $49 ബില്യൺ ഒരു ഡീലിൽ AMD Xilinx എന്ന് പറഞ്ഞൊരു ലാർജസ്റ്റ് സെമി കണ്ടക്ടർ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇൻ ഫ്യൂച്ചർ നമുക്ക് ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സേഴ്സും കാര്യങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് AMDയുടെ ഈ സക്സസിന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇതിന് പിന്നിലെന്ന്. AMD CEO ലീസ സു തന്നെയാണ്. സോ ഇത് റിക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ലീസ സുയെ CEO പൊസിഷനിൽ നിന്ന് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് ഏറ്റവും അൾട്ടിമേറ്റ് പൊസിഷനിലോട്ടാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് AMD, ടോപ്പ് മോസ്റ്റ് പൊസിഷനിലോട്ടാണ് AMD പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. സോ ആസ് എ കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റൽ വാല്യൂവിൽ AMD ആണ് ടോപ്പ്. ബട്ട് സ്റ്റിൽ സെയിൽസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഇന്റൽ തന്നെയാണ് കുറച്ച് മുന്നിൽ. ഈവൻ ദോ Ryzen പ്രോസസ്സേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞ് Ryzen 5000 സീരീസിന്റെ ഒക്കെ സക്സസ് കാരണം ഓൾമോസ്റ്റ് AMD ഇന്റലിന്റെ ആ ഒരു റേഞ്ച് വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബട്ട് മെയിൻലി ഇപ്പം പ്രൈസിങ്ങിന്റെ കാരണമാണെന്ന് തോന്നുന്നു ചെറിയൊരു അടി വരുന്നത്. ഇന്റൽ പ്രോസസ്സേഴ്സ് ആണ് കുറച്ച് കൂടുതൽ സെയിലായി പോകുന്നത്. നെക്സ്റ്റ് AMD Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിന്റെ കുറച്ച് ലീക്ഡ് അപ്ഡേറ്റ്സ് ആണ്. സോ നേരത്തെ AMD പറഞ്ഞത് Q4 ഓഫ് 2022 ഇതിന്റെ അനൗൺസ്മെന്റ്, അതായത് എൻഡ് ഓഫ് 2022 അനൗൺസ്മെന്റ് ഉണ്ടാകുന്നതാണ്. ബട്ട് ഇപ്പം ലീക്സ് വരുന്നത് അതിന് മുന്നേ തന്നെ ഉണ്ടാകുമെന്നാണ്. Q3 തന്നെ ഇതിന്റെ അനൗൺസ്മെന്റ് ഓർ ലോഞ്ച് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ മോസ്റ്റ്ലി ജൂലൈ ടൈമാണ് പല ലീക്സും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിന്റെ അനൗൺസ്മെന്റ്. Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിന്റെ ഓവറോൾ 20% ആണ് പെർഫോമൻസ് ഇൻക്രിമെന്റ് പറയുന്നത്. ഹയർ ക്യാഷ് മെമ്മറി ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ഈസിലി 5 GHz എല്ലാ കോഴ്സിലും നമുക്ക് ടർബോ കിട്ടുന്നതായിരിക്കും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ USB 4.0 സപ്പോർട്ട്, PCI Gen 5 സപ്പോർട്ട് ആൻഡ് ഡ്യുവൽ ചാനൽ DDR5 സപ്പോർട്ടും Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് കമ്മിംഗ് മന്ത്സിൽ ഇറങ്ങാനിരിക്കുന്ന Ryzen 6000 സീരീസ് പ്രോസസ്സേഴ്സ് ആൻഡ് 6000 സീരീസ് Radeon ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലാപ്ടോപ്പ് ബെഞ്ച് മാർക്സ് ആണ്. സോ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻ കേസ് നിങ്ങൾ ലാപ്ടോപ്സ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഗെയിമിംഗ് ആട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മേ ബി 1 or 2 months വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Ryzenന്റെ ഈ പുതിയ ലാപ്ടോപ്സ് വരുന്ന
വാങ്ങുന്നതായിരിക്കും. സോ അതിന്റെ പ്രൈസും തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സും കമ്പാരിഷൻസ് എല്ലാം നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സോ പുതിയ 6000 സീരീസ് പ്രോസസേഴ്സ് Zen 3+ ആർക്കിടെക്ചർ ബേസ്ഡ് ആണ് ആൻഡ് Radeon 6000M ആൻഡ് 6000S സീരീസ് ഗ്രാഫിക്സ് കാർഡ്സുമായിട്ട് പെയർ ചെയ്തായിരിക്കും ഇത് വരുന്നത്. സോ ഇവിടെ നമ്മളൊരു പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ലീക്ക് അല്ലെങ്കിൽ പെർഫോമൻസിന്റെ ഒരു കമ്പാരിഷൻ നോക്കുവാണെങ്കിൽ Ryzen 9 6900HS പ്രോസസറും Radeon RX 6800S ഗ്രാഫിക്സ് കാർഡും ഉള്ള ഒരു Asus Zephyrus G14 മോഡലിന്റെ കമ്പാരിഷൻ ആണ് ചെയ്തേക്കുന്നത്. Asusന്റെ തന്നെ Z13 ROG Flow മോഡലാണ്. Intel 12900H പ്രോസസറും RTX 3080 ഗ്രാഫിക്സ് കാർഡ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിഷൻ ആണ്. സോ ഇവിടെ സിനിബെഞ്ച് R23 CPU സ്കോർസ് നോക്കുവാണെങ്കിൽ 6900HS പ്രോസസറിന്റെ 14304 ആണ് വാല്യൂ. 12900HK പ്രോസസറിന്റെ 15627 ആണ്. ഓൾമോസ്റ്റ് അബവ് 1000 പോയിന്റ്സിന്റെ ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് Ryzen 6900HS പ്രോസസർ ജസ്റ്റ് 45 വാട്ട്സ് പവർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സ്കോർസ് വന്നത്. ബട്ട് 12900HK പ്രോസസർ 110 വാട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് 15000 റേഞ്ച് സ്കോർ വന്നേക്കുന്നത്. സോ ഇൻ കമ്പാരിഷൻ ബെസ്റ്റ് Ryzen പ്രോസസർ തന്നെയാണ്. കാരണം അത്രയും പവർ എഫിഷ്യൻ്റ് ആണ്. ഓൾമോസ്റ്റ് 50%ലും ലെസ് പവർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്റലിന്റെ ഏകദേശം മാച്ച് ചെയ്ത സ്കോർസ് വന്നേക്കുന്നത്. സോ അത് വെച്ച് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പവർ എഫിഷ്യൻറ്റ് പ്രോസസേഴ്സ് ആയിരിക്കും Ryzen 6000 സീരീസിലെ പ്രോസസേഴ്സ് വരാൻ പോകുന്നത്. സോ ഇത്രയും പവർ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ 6000 സീരീസ് ലാപ്ടോപ്സ് എല്ലാം തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇത് എന്തായാലും ഒബ്വിയസ് ആണ്, ഗെയിമിംഗിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടത്തില്ല. ആൻഡ് ഓൾസോ Radeon RX 6000S സീരീസിലെ ഗ്രാഫിക്സ് കാർഡ്സും നല്ല പവർ എഫിഷ്യൻറ്റ് ഗ്രാഫിക്സ് കാർഡ്സ് തന്നെയാണ്. സോ ഓവറോൾ ലാപ്ടോപ്സിന്റെ പെർഫോമൻസ് ഇൻക്രിമെന്റ് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം പവർ എഫിഷ്യൻറ്റും ആയിരിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് Ryzen 6000 സീരീസ് പ്രോസസേഴ്സോ Radeon 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് ഒന്നുമല്ല. പുതിയ വരാൻ പോകുന്ന പ്രോസസേഴ്സിലെ iGPU പെർഫോമൻസ് ആണ്. RDNA 2 ബേസ്ഡ് Radeon 680M ഗ്രാഫിക്സ് യൂണിറ്റിന്റെ പെർഫോമൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ കാണേണ്ടത്. സോ 6000 സീരീസ് മൊബൈൽ പ്രോസസേഴ്സിൽ വരുന്ന iGPUന്റെ പേരാണ് Radeon 680M. AMDയുടെ 680M iGPU സർപ്രൈസിംഗ്ലി NVIDIAയുടെ MX450 ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല NVIDIAയുടെ GTX 1650 Max-Q ഗ്രാഫിക്സ് കാർഡിനെയും ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല റീസെന്റ് വന്ന RTX 3050 ഗ്രാഫിക്സ് കാർഡിനെയും ജസ്റ്റ് ഒരു iGPU ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ബീറ്റ് ചെയ്തെന്നാണ് പെർഫോമൻസ് ബെഞ്ച് മാർക്സിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ലാപ്ടോപ്സിന്റെ കമ്പാരിഷൻ ബെഞ്ച് മാർക്ക് ആണ് പറയുന്നത്. സോ ഇവിടെ ക്ലിയർലി കാണാം Ryzen 7 6800U വിത്ത് 680M iGPU NVIDIA MX450 ഉള്ള ലാപ്ടോപ്പിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കോർസും കാര്യങ്ങളെല്ലാം ആൻഡ് FPS വാല്യൂസും സ്ക്രീനിൽ കാണാം. സിമിലർലി Radeon 680Mൽ SFR ഫീച്ചർ എനേബിൾ ചെയ്യുവാണെങ്കിൽ GTX 1650 Max-Q വേരിയന്റിനെയും ബീറ്റ് ചെയ്യുവാണ്. സോ ജസ്റ്റ് 28 വാട്ട്സ് പവർ ആവശ്യമുള്ള 680M iGPU ആണ് 1650 Max-Q ഗ്രാഫിക്സ് കാർഡിനെ ബീറ്റ് ചെയ്തത്. സോ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്യൂച്ചർ വരാനിരിക്കുന്ന RDNA 2 ബേസ്ഡ് APUs എത്രത്തോളം പവർഫുൾ ആയിരിക്കുമെന്ന്. ആൻഡ് അത് മാത്രമല്ല 6000 സീരീസിലെ മറ്റു പ്രോസസേഴ്സ് Ryzen 5 6600H ആൻഡ് Ryzen 7 6800H പ്രോസസേഴ്സും ഇന്റലിന്റെ കൗണ്ടർ പാർട്സ് ആയ 12500H ആൻഡ് 12700H ബേസ്ഡ് ലാപ്ടോപ്സിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ബെഞ്ച് മാർക്ക് Ryzen 9 6900HS പ്രോസസറും Radeon 680M iGPU ഉള്ള ഒരു ലാപ്ടോപ്പിന്റെ കമ്പാരിഷൻ ആണ്. ഇത് കമ്പയർ ചെയ്തത് ഇന്റലിന്റെ സെയിം ലെവലുള്ള 11th ജനറേഷൻ പ്രോസസറും RTX 3050 ഗ്രാഫിക്സ് കാർഡ് ഉള്ള ലാപ്ടോപ്പുമായിട്ടാണ്. സോ ഇവിടെ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി 3D മാർക്കിന്റെ പോർട്ട് റോയൽ ബെഞ്ച് മാർക്കിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് മോസ്റ്റ്ലി ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. സ്പെഷ്യലി റേ ട്രേസിംഗ് പെർഫോമൻസ് നോക്കാനാണ്. ആൻഡ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. iGPU ആണ് 680Mൽ റേ ട്രേസിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. സോ എത്രത്തോളം റേ ട്രേസിംഗ് ഗെയിംസ് iGPUൽ കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും നെക്സ്റ്റ് വരാനിരിക്കുന്ന Radeon iGPUസിൽ റേ ട്രേസിംഗ് സപ്പോർട്ടും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ 680Mന്റെ സ്കോർ 1072 ആണ്. RTX 3050യുടെ സ്കോർ 540 പോയിന്റ്സ് ആണ്. സോ ഓൾമോസ്റ്റ് ഡബിൾ ദി പെർഫോമൻസ് ആണ് Ryzen 6900HS പ്രോസസറിലെ iGPU 680M iGPU കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ലാപ്ടോപ്സിലെ പെർഫോമൻസ് ആണ്. ലാപ്ടോപ്സ് നമുക്കറിയാം പവറിനൊരു ചെറിയ ലിമിറ്റ് ഉണ്ടാകും. പക്ഷേ സെയിം ഒരു ഡെസ്ക്ടോപ്പ് APU ആണെന്നെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഡെസ്ക്ടോപ്പ് പ്രോസസറിലോട്ട് വരുമ്പം പവറിനൊരു ലിമിറ്റും ഉണ്ടാകത്തില്ല. 65 വാട്ട്സ് ടു 95 വാട്ട്സ് ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും. സോ പ്രോസസറിൽ നിന്നും iGPU ഈ പവർ ലിമിറ്റ് എടുത്ത് കളയുമ്പം എത്രത്തോളം പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഫ്യൂച്ചർ APUs Ryzen APUs കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഈസിലി എക്സ്പെക്ട് ചെയ്യാം. സോ ഫ്യൂച്ചർ Ryzen പ്രോസസേഴ്സ് എസ്പെഷ്യലി Ryzen APUs നല്ല പവർഫുൾ APUs ആയിരിക്കും. എനിവേസ് ഇതൊക്കെയാണ് ഫൈനൽ നമ്മുടെ AMDയുടെ അപ്ഡേറ്റ്സ്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.